രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലിയോണിനെ ലീറാങ്ങിനെയാണ് കാണിക്കുന്നത്. അവരുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരമ്മ ഒരു പട്ടിക്കുട്ടിയും കൊണ്ടിരിപ്പുണ്ട്. പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലിയോണിനെ പെട്ടെന്ന് സിഗരറ്റിന്റെ സ്മെൽ വരുന്നത്. ഡോഡോ, മര്യാദയ്ക്കത് പുറത്തു കളഞ്ഞോ? തനിക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് അവിടെ സിഗരറ്റ് വലിക്കുന്നത്? നിങ്ങൾ എന്തുവായി കാണിക്കുന്നേ? ലങ്ങേരാണെങ്കിൽ ലിയോണിനെ പേടിച്ച് സിഗരറ്റ് എടുത്ത് കളയുകയും ചെയ്തു. തന്നെ ദഹിപ്പിച്ചു നോക്കുന്ന ലീറാങ്ങിന്റെ വായിലേക്ക് അവന്റെ മുട്ട തിരികെ കയറ്റി. അല്ല പിന്നെ ഇപ്പോ ഇവര് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലുള്ള തലയിപ്പില്ലേ, അവരെ കാണാൻ വേണ്ടി നമ്മൾ ലിയോൺ ചെന്നിരുന്നു. അപ്പോ എന്റെ ഭാവിയിലുള്ള ഞാനാണ് നിങ്ങളെ ഇവിടെ അയച്ചതല്ലേ? നിങ്ങൾ നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി, പക്ഷേ സമയം താമസിച്ചതുകൊണ്ട് ഇവിടെ കുടുങ്ങിപ്പോയല്ലേ? അത് പിന്നെ എന്റെ സഹോദരന് ഒരു ആപത്ത് വന്നു. അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷിക്കണം. വീട്ടില് എന്നെ കാത്തൊരാളിരിപ്പുണ്ട്. എങ്കിൽ ശരി, നീ പോയി ആ അലമാര തുറന്നു നോക്ക്. ലിയോൺ ഈ കാലഘട്ടത്തിലേക്ക് വന്ന വാതിലില്ലേ, ഇപ്പൊ ഇവിടെയുള്ള അതേ അലമാര ചെന്ന് തുറന്നു നോക്കിയപ്പോഴോ അത് വെറും ഒരു കബോർഡ് മാത്രമായിരുന്നു. തിരികെ പോകാൻ വേറെ വഴിയില്ലേ? വഴിയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം. അതും പറഞ്ഞ് അവര് ലിയോണിന്റെ കയ്യിലായിട്ട് ഒരു ട്രെയിൻ ടിക്കറ്റ് കൊടുക്കുന്നു. ഇന്ന് രാവിലെ ബുസാനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനാ. എനിക്ക് വേണ്ടുന്ന ഒരു ലെജൻഡറി പൈപ്പ് ഇതിനുള്ളിലുണ്ട്. അത് നീ എനിക്ക് കൊണ്ടുതരണം. അങ്ങനെ അതിനുവേണ്ടിയാണ് നമ്മുടെ ലിയോൺ ലീറാങ്ങിനെ കൊണ്ട് ഈ ട്രെയിനിനുള്ളിൽ കയറിയതും. ഈ ട്രെയിനകത്തുള്ള ആരുടെയോ കയ്യിൽ ആ പൈപ്പ് ഉണ്ട്, പക്ഷേ അത് ആരുടെ കയ്യിലാണെന്ന് മാത്രം അറിയില്ല. നമുക്ക് ഓരോന്നിനെടുത്തിട്ട് കൊടഞ്ഞാലോ? അതും പറഞ്ഞ് ലിയോൺ എഴുന്നേൽക്കാൻ പോയതും പെട്ടെന്ന് ലീറാങ് തടയുന്നു. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഒരു വലിയ ടണൽ ഉടനെ വരും. ട്രെയിനിനകം മുഴുവൻ ഇരുട്ടാകാൻ പോകുക. ആ ഗ്യാപ്പ് നോക്കി നമ്മൾ എടുക്കും. നമ്മുടെ ലീറാങ്ങിന്റെ കൂട്ടാളികളും ഇതേ ട്രെയിനിൽ തന്നെയാണുള്ളത്. അവരും ട്രെയിൻ കൊള്ളയടിക്കാനായിട്ട് ആ ഒരു അവസരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതും. ഇതേ സമയം നമ്മുടെ ഷിന്നും ഇവിടെ തന്നെയല്ലേ. അവനും തന്റെ കൂടെയുള്ളവരെല്ലാം ചേർത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ നിൽക്കാമെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ അടിമപ്പണി എടുപ്പിച്ച് ഇവർ തന്നെ നമ്മളെ കൊല്ലും. ഇവർ അന്വേഷിച്ചു വന്ന ഒരു ലെജൻഡറി പൈപ്പില്ലേ, അതാരുടെ കയ്യിലാണെന്ന് വെച്ചാൽ കോട്ട് സൂട്ടുമൊക്കെ ഇട്ട് ഒരു ജപ്പാൻകാരൻ അവിടെ ഇരിപ്പുണ്ട്. അയാളുടെ കയ്യിലാണ് ആ പൈപ്പ് ഉള്ളതും. അങ്ങനെ കാത്തിരുന്ന് ആ ടണലെത്തി. ടണലിന്റെ ഉള്ളിലേക്ക് കയറിയതും ട്രെയിനിനകം മുഴുവൻ ഇരുട്ടായി മാറി. എന്നാൽ അതിനോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ബഹളങ്ങളും അതിനുള്ളിൽ കേൾക്കാം. ഡോഡോ, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ! താൻ എന്തിനാണോ എന്റെ ദേഹത്ത് തൊടുന്നത്? അങ്ങനെ ബഹളത്തോട് ബഹളം. ഇതേ സമയം ഷിന്നും കൂടെയുള്ളവരും കയ്യിലുള്ള എന്തൊക്കെയോ വാരി കൂട്ടിയിട്ട് കത്തിച്ചു. സെല്ലിനുള്ളിലുള്ള തീ കണ്ടതും പോലീസുകാർ വെപ്രാളത്തോടെ ഓടി വന്ന് ആ സെല്ലങ്ങ് തുറന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ പോലീസുകാരെ മുഴുവനും അടിച്ച് ഇഞ്ചപ്പരുവാക്കിയ ശേഷം സകല എണ്ണോ പുറത്തേക്ക് ഇറങ്ങി ഓടിക്കളഞ്ഞു. അങ്ങനെ ടണല് കടന്ന് പുറത്തേക്ക് എത്തിയതും അതിനകത്തുണ്ടായിരുന്നവരുടെ സകല സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആര് ചെയ്തെന്ന് ഒരു പിടുത്തമില്ല. എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിലവിളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ലീറാങ് മാത്രം കൂളായിട്ടിരിക്കുവാണ്. ഡാ, അതപ്പോൾ നിന്റെ ആൾക്കാർ ചെയ്തതാണോ? നിനക്കല്ലേ ആ പൈപ്പിന്റെ ആവശ്യം? എന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള പ്രതിഫലമാണെന്ന് കരുതിയാൽ മതി. ഇതേ സമയം നമ്മുടെ ലിയോണിനെ വൺ സൈഡ് പ്രേമിക്കുന്ന ഒരു പെണ്ണില്ലേ, അവളുടെ പേര് ഹോങ്ജു. ലീറാങ്ങിന്റെ ആൾക്കാരുടെ കയ്യിൽ നിന്നും ആ ലെജൻഡറി പൈപ്പ് അവളെങ്ങ് തട്ടിയെടുത്തു. നീ ആള് കൊള്ളാലോടി, എത്ര ധൈര്യമുണ്ടായിട്ടാ ഞങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം തട്ടിയെടുത്തത്? മര്യാദയ്ക്ക് അത് തിരികെ തന്നോ? ഞാനാണോ? അതും പറഞ്ഞ് അവൾ അങ്ങേരുടെ കൊങ്ങയെ പിടിച്ച് പൊക്കി അങ്ങെടുത്തു. എന്റെ സഹായം വല്ലതും വേണോ മാഡം? ഏയ്, ഈ പുഴുവിനെ എനിക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അതും പറഞ്ഞ് അങ്ങേരെ പൊക്കിയെടുത്തൊരു ഒറ്റ ഏറ്. അതോടെ സകല എണ്ണവും ഉള്ള ജീവനം കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഈ സമയത്താണ് ആ പൈപ്പ് കയ്യിൽ കൊണ്ടുവന്ന യഥാർത്ഥ ആളില്ലേ, അങ്ങേരെ ഹോങ്ജുന്റെ അടുത്തേക്ക് വരുന്നത്. വന്ന പാടെ അവളുടെ മുഖത്തിട്ടൊരു ഒറ്റയടി. എന്ത് ധൈര്യമുണ്ടായിട്ടാ നീ എന്നെ അടിച്ചത്? അതും പറഞ്ഞ് രണ്ടുപേരും കൂടി പൊരിഞ്ഞടി. എന്നാൽ അയാൾ ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു, മനുഷ്യനല്ലാത്ത വേറെ ഏതൊരു സാധനം. അപ്പോ നിങ്ങൾ മനുഷ്യനല്ലേ? ഈ ഭൂമിയില് മനുഷ്യന്മാർ മാത്രമല്ലല്ലോ ഉള്ളത്. മര്യാദയ്ക്ക് ആ പൈപ്പ് എന്റെ കയ്യിൽ താ. അതും പറഞ്ഞ് അങ്ങേരെ തൂക്കിയെടുത്ത് വിന്റെ വഴി ഒരു ഒറ്റയേറ്. ഇതേ സമയം മോഷ്ടിച്ചു കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ അരിച്ചു പറക്കുകയാണ് നമ്മുടെ ലിയോൺ. ഞാൻ സകല സാധനം അരിച്ചു പറക്കി, പക്ഷെ ആ പൈപ്പ് മാത്രം ഇവിടെ ഇല്ലല്ലോ. ബോസ്, ആ പൈപ്പ് എന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു. ആരങ്ങനെ ചെയ്തത്? അന്നേരമാണ് തൊട്ടടുത്തുള്ള VIP റൂമിൽ നിന്നും ഞാനാണ് മോഷ്ടിച്ചതെന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ടതും രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ലിയോൺ വരാൻ വേണ്ടി എല്ലാം ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു അവർ. അവൻ ഉള്ളിലേക്ക് കടന്നതും പെട്ടെന്നാണ് അവന്റെ കയ്യിലായിട്ട് ബൊക്കെയൊക്കെ കൊടുത്ത ശേഷം വലിയ രീതിയിൽ അവന് വെൽക്കം ചെയ്യുന്നത്. എന്തോന്നിതെല്ലാം? രണ്ടുപേരും ഇതൊക്കെ കണ്ടാകെ കിളി പോയിരിക്കുവാണ്. അപ്പോഴാണ് അവിടെ മറ്റൊരു പെണ്ണ് നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്നതും. കുറെ നാളായി കണ്ടിട്ട് അല്ലേ ലിയോൺ? പണ്ട് ഇവളൊരു മൗണ്ടൈൻ ഗോഡായിരുന്നു, വളരെ ശക്തിശാലിയായ ഒരു ദൈവം. എന്നാൽ ആളിനെ കണ്ടതും ലിയോൺ ഞെട്ടിപ്പോയി. നീ എന്താ ഇവിടെ? ഞാൻ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്തു. ആ പെണ്ണിനെ നീ ഇതുവരെയായിട്ട് മറന്നില്ലേ? എന്റെ ദേഹത്ത് തൊട്ടുപോകരുത്. ഇതേതാ ഈ പെണ്ണ്? ഇതൊരു കിളിപോയ ഐറ്റവാ. കുറെ വർഷമായി എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഇവള് പറയുന്നതൊന്നും നീ വലിയ കാര്യമാക്കണ്ട. ലിയോൺ, ഇതല്ലേ നീ അന്വേഷിക്കുന്ന സാധനം? അതും പറഞ്ഞ് അവൾ ആ പൈപ്പ് ലിയോണിനെ ഏൽപ്പിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് ഹോങ്ജു,
പക്ഷേ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല കേട്ടോ. അത് കേട്ടതും അവൾ അവന്റെ കർണക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിച്ചു. എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ എന്നെ റിജക്ട് ചെയ്തത്? പുതിയ ഡ്രസ്സ് വാങ്ങി ഇത്രയും പൂക്കളൊക്കെ സെറ്റ് ചെയ്തു, എന്റെ മുടി കണ്ടോ നീ? ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും നീ എന്നെ അപമാനിച്ചു. ഡാ, നീ ഇതുകൊണ്ട് രക്ഷപ്പെട്ടോ, ഞാൻ പിന്നെ വന്നോളാം. അതും പറഞ്ഞ് പൈപ്പ് ലീറാങ്ങിനെ ഏൽപ്പിച്ച് അവനെ പുറത്തേക്ക് വിടുന്നു. എന്താ നീ എന്നെ കല്യാണം കഴിക്കാത്തത്? നീ സ്നേഹിച്ചവിടെ മരിച്ചു പോയില്ലേ? പിന്നെ എന്താ പ്രശ്നം? നീ എന്താ ഹോങ്ജുയെ കാണിക്കുന്നത്? ഒന്നുമില്ലേലും നീ പഴയൊരു ദൈവമല്ലായിരുന്നോ? എനിക്കൊന്നും കേൾക്കണ്ട, നിന്നെ എനിക്ക് വേണം. അതും പറഞ്ഞ് വട്ട പോലെ അവളുടെ ഡ്രസ്സെല്ലാം അവൾ വലിച്ചു കയറി. ശേഷം ഒരു വലിയ വാള് പുറത്തേക്കെടുത്തു. എന്നെ നീ വേണ്ടാന്ന് പറഞ്ഞില്ലേ, അതിനുള്ള പണിഷ്മെന്റ് നീ അനുഭവിക്കാൻ പോകുവാ. ഇത് കണ്ടതും നമ്മുടെ ലിയോൺ ജീവനും കൊണ്ട് അവിടുന്ന് ഓടുന്നു. ഇതേ സമയം നമ്മുടെ ഷിന്നും കൂടെയുള്ളവരും മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് കൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നു. പക്ഷേ അവരുടെ പുറകെ വന്ന പോലീസുകാര് അവരെ പിടികൂടിയിരുന്നു. എല്ലാവരെയും അടിച്ച് അവശരാക്കി. കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെറുക്കന്റെ തലയിലേക്ക് തോക്ക് ചൂണ്ടുന്നു. അത്രയും നേരം സൈലന്റ് ആയിരുന്ന ഷിന്നിന് അത് മാത്രം സഹിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം അന്നാണ് അവൻ അവന്റെ ഫോക്സ് പവർ പുറത്തേക്ക് എടുത്തതും സകല എണ്ണത്തിനെയും അടിച്ച് പദം വരുത്തി കളഞ്ഞു. നമ്മുടെ ലീറാങ്ങൻ ടീംസും പൈപ്പുമായിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഹോഞ്ചുവിന്റെ ഒരു അസിസ്റ്റന്റ് അവരുടെ പിറകെ തന്നെ വരുന്നു. ആൾക്ക് നമ്മുടെ ലീറാങ്ങിനെ അത്രയ്ക്ക് അങ്ങോട്ട് പരിചയം പോരല്ലോ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനോട് മുട്ടി നിൽക്കാൻ അയാൾക്കായില്ല. രണ്ടുപേരും കൂടി പൊരിഞ്ഞാടി നടത്തുന്ന സമയത്താണ് കുറെ പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോ തന്നെ കയ്യിലുള്ള തോക്കുകൊണ്ട് പരസ്പരം ചറ പറന്ന് വെടിവെക്കാൻ തുടങ്ങി. അന്നേരമാണ് ഈ വെടിവെപ്പിന്റെ ഇടയിൽ കൂടി ആ പട്ടിക്കുട്ടിയില്ലേ, അത് ഓടി വരുന്നത് നമ്മുടെ ലീറാങ് കാണുന്നത്. അത്രയും നേരം അടങ്ങിയിരുന്ന ലീറാങ് പട്ടിക്കുട്ടിക്ക് കാണാൻ വെടി കിട്ടിയാലോ എന്ന് പേടിച്ച് സകല എണ്ണത്തിനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. എന്നാൽ ഇതേ സമയം തന്നെ ട്രെയിനിന്റെ മണ്ടയിലായിട്ട് ഇതിലും വലിയ പൊരിഞ്ഞാടി നടക്കുവാണ്. വേറെ ആരുമല്ല, നമ്മുടെ ലിയോണും ഹോങ്ജുവും. പ്രാന്ത് പിടിച്ചതുപോലല്ലേ അവൾ നമ്മുടെ ലിയോണിനെ എടുത്തിട്ട് ചാമ്പുന്നത്. അവസാനം കലിപ്പ് കയറി അവനും തന്റെ വാളെടുത്തു. എന്നാൽ പെട്ടെന്നാണ് നമ്മുടെ ഹോങ്ജു കാല് തട്ടി വീഴാൻ പോയത്. ഇത് കണ്ട ലിയോൺ ആണെങ്കിൽ വാളൊക്കെ ദൂരേക്ക് എറിഞ്ഞിട്ട് ഓടി വന്ന് അവൾ താങ്ങി പിടിച്ചു. അതോടെ ഹോങ്ജുവിനാണെങ്കിൽ ഒടുക്കത്തെ നാണം. എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. അയ്യേ, അതങ്ങനല്ല, നീ എന്നെ വീണ്ടും കളിയാക്കുന്നോ? അതും പറഞ്ഞ് നിർത്തി വെച്ചിരുന്ന അടി രണ്ടും കൂടി പിന്നെയും തുടങ്ങി. രണ്ടുപേരും ശക്തരായ ദൈവങ്ങളല്ലേ. അടികൂടി ട്രെയിനും പൊളിച്ച് ട്രെയിനിന്റെ ഉള്ളിലേക്ക് തന്നെ വന്ന് വീണു. അതും നമ്മുടെ ലീറാങ്ങിന്റെ തൊട്ടു മുന്നിലായിട്ട്. ഡാ, ഒന്ന് രക്ഷിക്കടാ. എന്നാൽ ലീറാങ് ആണെങ്കിൽ ലിയോണിനെ ഭയം പറഞ്ഞ് അവിടുന്ന് പോയി. നന്ദിയില്ലാത്ത തെണ്ടി. ഹോങ്ജു അമ്പിനും വില്ലിനും അടുക്കാതെ ലിയോണിനെ എടുത്തിട്ട് അടിച്ച് പദം വരുത്തുവാണ്. അവസാനം സഹി കെട്ടതും അവൻ അവളെ വലിച്ച് ട്രെയിനിന്റെ പുറത്തേക്ക് ഒരു ഒറ്റയേറ്. എന്നാൽ ആ തിരുവാകൊണ്ട് മിണ്ടാതിരിക്കണ്ടേ, അവൻ അവിടെ നിന്ന് അവളെ കളിയാക്കുവാണ്. അതോടെ അവൾക്ക് പിന്നെയും കലിപ്പ് കയറി. ഒറ്റ ചാട്ടത്തിന് അവൾ ട്രെയിനിന്റെ അടുത്തേക്ക് എത്തി സർവ്വശക്തിയും എടുത്ത് അതിനെ പിടിച്ചു നിർത്തുന്നു. അത്രയും പവർഫുൾ ആയിരുന്നു അവൾ. ട്രെയിൻ നിർത്തിയതും അവള് വീണ്ടും ട്രെയിനുള്ളിലേക്ക് കയറി നമ്മുടെ ലിയോണിന്റെ അടുത്തേക്ക് വരികയാണ്. ഹോ, എന്റെ കഷ്ടകാലം. തന്റെ അവസ്ഥയോർത്ത് പരിതപിച്ചു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ലീറാങ് ടീംസും കുതിരപ്പുറത്ത് കയറി അങ്ങോട്ടേക്ക് വരുന്നത്. അതോടെ ചെക്കൻ ജീവനും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒറ്റ ഓട്ടം. കുതിരപ്പുറത്ത് കയറി അവരെല്ലാവരും കൂടി വലതുവശത്തേക്ക് പോയതും ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട ഷിന്നും കൂട്ടരും ഇടതുവശത്തേക്കാണ് ഇറങ്ങി ഓടുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം കണ്ടില്ല. അവൾ എന്ത് ഈസി ആയിട്ടാണ് ട്രെയിൻ നിർത്തിയത്. ശക്തിയുടെ കാര്യത്തിൽ അവൾ 4 പർവ്വത ദൈവങ്ങൾക്ക് മുകളിൽ വരും. അത്രയും ശക്തിശാലി. എന്തായാലും ഇനി ഒരിക്കലും ഞാൻ അവളെ കാണാൻ പോകുന്നില്ല. അത്രയും പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു. അവർ പോകുന്നത് നോക്കി ട്രെയിനിന്റെ മുകളിൽ നിൽക്കുകയാണ് ഹോങ്ജു. നമ്മൾ തമ്മിൽ ഉടനെ തന്നെ വീണ്ടും കാണും ലിയോൺ. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്ന യൂൻഹുനെയാണ്. തന്റെ അച്ഛനും അമ്മയോടൊപ്പം ആഹാരം കഴിക്കുന്ന സമയം അവളുടെ ചേച്ചിയുടെ ഭർത്താവ് ഓടത്തനുണ്ടായിരുന്നു. നിന്നെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയെന്ന് കേട്ടല്ലോ. അത് അവർക്ക് അബദ്ധം പറ്റിയതാ. ബോംബ് കേസിലെ പ്രതി ഞാനാണെന്ന് അവർ പറയുന്നത്. അത് യൂൻഹു ആവില്ല. പ്രതിയുടെ ഇടത് തോളിലായിട്ട് വെടിയേറ്റ ഒരു പാടുണ്ട്. അത് കേട്ടയുടനെ അവളുടെ അച്ഛൻ എഴുന്നേറ്റ് വന്ന് അവളുടെ ഇടത്തെ ഷോൾഡർ ചെക്ക് ചെയ്ത് നോക്കി. എന്നാൽ അവിടെ വെടിയേറ്റ മുറിവ് പോയിട്ട് ചെറിയൊരു പാട് പോലും ഉണ്ടായിരുന്നില്ല. ഈ രാജ്യം ഒരിക്കലും സ്വതന്ത്രമാകില്ല. ജപ്പാൻകാർക്കെതിരെ തിരിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന നിനക്കറിയാലോ. എന്റെ മോളാണെന്ന് പറഞ്ഞാലും അവർ നിന്നെ വെടിവെച്ച് കൊല്ലും. യൂൻഹു ആണെങ്കിൽ തന്റെ മുറിവ് എങ്ങനെ കാണാതെ പോയെന്ന് ഒരു പിടുത്തം ഇല്ലാതിരിക്കുവാണ്. അന്നേരമാണ് അവൾക്ക് മ്യൂങ്കിനെ പറ്റി ഓർമ്മ വരുന്നത്. അവനാണല്ലോ അവളുടെ മുറിവ് വെച്ച് കെട്ടിയതും. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഷിന്നിനെയാണ് കാണിക്കുന്നത്. വിശപ്പ് കാരണം നടക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ ലീറാങ്ങിന്റെ കൂട്ടാളികളെ കാണുന്നത്. ട്രെയിനിൽ നിന്നും ഇന്ന് നല്ല കോള് കിട്ടിയതല്ലേ, അതുകൊണ്ട് തന്നെ ചെറിയൊരു പാർട്ടി നടത്തുകയാണ് അവിടെ. ഷിന്നിനെ കണ്ടതും അവര് സ്നേഹത്തോടെ അവനെ വിളിച്ചടുത്തിരുത്തുന്നു. ശേഷം കഴിക്കാനായിട്ട് വയറ് നിറയെ ആഹാരം കൊടുത്തു. എന്ത് സ്നേഹമുള്ള മനുഷ്യർ. പക്ഷേ അവന് നല്ല അസല് പണിയാണ് കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ അവന് കൊടുത്ത ഫുഡിൽ ഇവര് മയങ്ങാനുള്ള മരുന്ന് ചേർത്തിരുന്നു. ബോധം മറിഞ്ഞു വീണതും അവന്റെ കയ്യിലുണ്ടായിരുന്ന സകല സാധനങ്ങൾ യുവമാർ അടിച്ചു മാറ്റി. അവനിട്ടിരുന്ന ഡ്രസ്സ്, കാലിലുണ്ടായിരുന്ന ഷൂ, പിന്നെ യൂറിയെ കല്യാണം കഴിച്ച സമയത്ത് ഇട്ടിരുന്ന വെഡിങ് റിങ്, അങ്ങനെ സകല സാധനങ്ങൾ അടിച്ചു മാറ്റി അവിടുന്ന് കടന്നു കളഞ്ഞു. കുറെ സമയം കഴിഞ്ഞ് ബോധം തിരികെ വന്ന ഷിനെ നോക്കുമ്പോഴോ ദേഹത്താകെയുള്ളത് പഴയൊരു ഡ്രസ്സാണ്. കയ്യിലുണ്ടായിരുന്ന വെഡിങ് റിങ് അടക്കം അടിച്ചു മാറ്റി കളഞ്ഞില്ലേ. കൊള്ളത്തലവനാണെങ്കിൽ പുതിയ ഷൂ കിട്ടിയ സന്തോഷത്തിൽ തുള്ളി ചാടുവാണ്. അടുത്ത ഷൂട്ടിൽ ലിയോണിനെയാണ് കാണിക്കുന്നത്. ആളിപ്പോൾ നമ്മുടെ തലവിപ്പയെ കാണാനായിട്ടാണ് വന്നേക്കുന്നതും. നീയാണല്ലേ ഭാവിയിൽ നിന്ന് വന്ന ലിയോൺ? അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഡിവോഴ്സിനെ പറ്റിയല്ലേ? പേടിക്കണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനമേ കിട്ടില്ല. അതും പറഞ്ഞ് അയാളെയും കളിയാക്കി അവനകത്തേക്ക് കയറിപ്പോയി. ഇനി എനിക്ക് വീട്ടിൽ പോകാലോ. സമയത്തിന്റെ ഗേറ്റ് ഒരിക്കൽ മാത്രമേ തുറക്കൂ. അതിനി അടുത്ത ചന്ദ്രഗ്രഹണ ദിവസം വരണം. അതിനിയും 29 ദിവസമുണ്ട്. ഒരു മാസം ഞാൻ ഇവിടെ നിൽക്കണോ?
ജിയ എന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. വിഷമിക്കണ്ട, നീ ടൈം ട്രാവൽ ചെയ്ത് വന്നതല്ലേ. ഇവിടുത്തെ ഒരു മാസം അവിടെ ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ എടുക്കൂ. പിന്നെ ആ കല്ല് നിന്റെ കയ്യിൽ തന്നെ ഇല്ലേ, അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇതില്ലാതെ നിനക്ക് തിരികെ പോകാനും പറ്റില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ എനിക്ക് കുറച്ച് പണം വേണം, പിന്നെ ഒരു കാറും കൂടി. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്ന യൂൻഹോനെയാണ്. 2 കുപ്പി ബിയറൊക്കെ ആയിട്ട് അവളിപ്പോൾ മ്യൂങ്കിന്റെ അടുത്തേക്ക് വന്നേക്കുവാണ്. അവനാണെങ്കിൽ ആർക്കോ വേണ്ടി ശവപ്പെട്ടി ഉണ്ടാകുന്ന തിരക്കിലും. എന്റെ മുറിവ് എങ്ങനെ മാറിയത്? ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ നീ വിശ്വസിക്കോ? ഇതിനു മുന്നേ ഞാനൊരു മൗണ്ടൈൻ ഗോഡായിരുന്നു. എന്നാൽ അവൻ തമാശ പറയുകയാണെന്നാണ് യൂൻഹോ കരുതിയത്. ഞാൻ പറഞ്ഞില്ലേ നീ ഇത് വിശ്വസിക്കില്ലെന്ന്. ശരി, ഈ ശവപ്പെട്ടിയുടെ സൈസ് കറക്റ്റ് ആണെന്ന് നോക്കേ. അവൻ പറഞ്ഞതും ആ നിമിഷം തന്നെ ബെഡിൽ കയറി കിടക്കുന്നത് പോലെ അവൾ അതിനകത്ത് കയറി കിടക്കുന്നു. നിനക്കിപ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് എന്നേക്കാൾ 1 വയസ്സ് മൂത്തൊരു സഹോദരി ഉണ്ടായിരുന്നു. എന്റെ അമ്മയുടെ ബന്ധുവായ ഒരു പോലീസുകാരൻ അവളെ കല്യാണം കഴിച്ചത്. പക്ഷേ അവൾ സൂസൈഡ് ചെയ്തു. ഞാനിപ്പോൾ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കും ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ. എപ്പോഴും ഒരു കുഞ്ഞിനെ പോലെ അവൻ എന്നെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. ആ ചൂട് ഇപ്പോഴും എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ മുഖം ഓർക്കാൻ കഴിയുന്നില്ല. ഒരിക്കൽ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ കൈകൊണ്ട് തന്നെ എന്റെ ചേട്ടൻ കൊല്ലപ്പെട്ടു. നീ അവനോട് പ്രതികാരം ചെയ്തോ? തീർച്ചയായിട്ടും ചെയ്യും. അവന്റെ പ്രിയപ്പെട്ട എല്ലാവരും ഞാൻ നശിപ്പിക്കും. അവസാനം അവനെ കൊല്ലും. അടുത്ത ഷൂട്ടിൽ ലീറാങ്ങിനെ ലിയോണിനെയാണ് കാണിക്കുന്നത്. 2 പേരും കൂടി ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോഴാണ് ഇന്ന് തലവിപ്പ് പറഞ്ഞ ഒരു കാര്യം ലിയോണിന് ഓർമ്മ വരുന്നത്. ഈ ഭൂതകാലം മാറിയാല് ഭാവിയെ മാറുവോ? ലീറാങ് മരണത്തിൽ നിന്നും തിരിച്ചു വന്നതുപോലെ നീ ഇവിടെ എന്ത് തന്നെ ചെയ്താലും ഭാവിയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല. നീ ഇപ്പോൾ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന വെറും ഒരു സഞ്ചാരി മാത്രമാണ്. അപ്പോ എനിക്ക് അവനുമായിട്ട് 1 മാസം മാത്രം ചെലവിടാൻ പറ്റുമല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അടുത്ത 1 മാസത്തേക്ക് നിനക്ക് എന്നോടൊപ്പം നിൽക്കാൻ പറ്റുമോ? നീ ശരിക്കും ആരാ? എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയ ലീറാങ്ങിനെ പിടിച്ചു നിർത്തിയതും അവൻ ദേഷ്യപ്പെടുന്നു. എനിക്കറിയാവുന്ന ലിയോൺ നീയല്ല. സത്യം പറ, നീ ആരാ? അതും പറഞ്ഞ് ലീറാങ് ലിയോണിന്റെ മൊബൈൽ എടുത്ത് കാണിക്കുന്നു. ഇനി പറ, നീ ആരാ? കൊള്ളക്കാരൻ എന്ന നിലയിൽ ഈ ലോകത്തുള്ള മിക്ക സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒന്ന് കാണുന്നത് ആദ്യമായിട്ടാ. അത് കേട്ട് ലിയോണ ഫോൺ മേടിച്ച ശേഷം അവന്റെ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് അത് ലീറാങ്ങിന് കാണിച്ചു കൊടുക്കുന്നു. ചെക്കൻ ശരിക്കും ഞെട്ടിപ്പോയി. അവനെ വീണ്ടും ഒന്നുകൂടി ഞെട്ടിക്കാൻ വേണ്ടി ഒരു സെൽഫി എടുത്താൻ കാണിച്ചു കൊടുത്തു. ശേഷം ഒരു പാട്ടും കൂടി പ്ലേ ചെയ്തങ്ങ് കാച്ചി. എന്റെ കൂടെ 1 മാസം നിൽക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഈ ഫോൺ തരും. തീരുമാനം നിന്റേതാണ്. അതും പറഞ്ഞ് ലിയോൺ പുറത്തേക്ക് നടന്നു. എന്തായാലും വിചാരിച്ചതുപോലെ തന്നെ ലീറാങ് പുറകെ ചെല്ലുന്നുണ്ട്. തുടക്കത്തില് ആ ലെജൻഡറി പൈപ്പ് എടുത്ത ആളില്ലേ, അത് നഷ്ടപ്പെട്ട വിവരം പറയാനായിട്ട് അയാൾ ഇപ്പോൾ അയാളുടെ ബോസിന്റെ അടുത്ത് വന്നേക്കുവാണ്. ബോസ് വേറെ ആരുമല്ല, അതാ കമ്മീഷണർ ആയിരുന്നു. മാത്രമല്ല അയാൾ മനുഷ്യനല്ല. പൈപ്പ് നഷ്ടപ്പെട്ട ദേഷ്യത്തിന് കൂടെ ഉണ്ടായിരുന്ന 2 പേരെ അയാളെ കൊന്നുകളഞ്ഞു. എന്നാൽ കൂട്ടത്തിൽ ഒരാളെ മാത്രം വെറുതെ വിട്ടു. കൊറിയ മുഴുവനും മരിച്ചു പെറുക്കണം. ആ പൈപ്പിനേക്കാളും ശക്തമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടുമോ നോക്ക്. ഇല്ലെങ്കിൽ നിന്റെ ഈ ജീവൻ ഞാനിങ്ങെടുക്കും. ഇതേ സമയം നമ്മുടെ ലിയോൺ ആണെങ്കിൽ ലീറാങ്ങിന്റെ ഗെറ്റപ്പ് മൊത്തത്തിലങ്ങ് മാറ്റി. മുടിയൊക്കെ വെട്ടിമാറ്റി അടിപൊളി ഒരു ഹെയർ സ്റ്റൈൽ ആക്കിയിട്ടുണ്ട്. ആ ഡ്രസ് കോഡും കൂടി മാറ്റിയപ്പോഴേക്കും ചെക്കൻ ഒരേ പൊളി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ടൈ കെട്ടാൻ മാത്രം പറ്റുന്നില്ല. അന്നേരമാണ് ഒരു പെൺകുട്ടിയാണ് സഹായിക്കാനായിട്ട് വരുന്നത്. ലീറാങ്ങിന് അവളെ കണ്ടിട്ട് എന്തോ ഒരു സ്പാർക്ക് അടിച്ചതുപോലെ. ആദ്യമായിട്ടാണ് ഇങ്ങനൊക്കെ. അതിന്റേതായ ഓരോരോ ഇതില്ലേ, അത് തന്നെ. അങ്ങനെ ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് സുന്ദര കുട്ടപ്പന്മാരായിട്ട് 2 പേരും കൂടി ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. പാവം നമ്മുടെ ഷിനാണെങ്കിൽ എവിടെ പോകണമെന്നറിയാതെ അതേ സ്ഥലത്ത് തന്നെ തത്തി കളിക്കുവാണ്. വിശന്നിട്ട് കുടലും കരയുന്നു. 10ന്റെ പൈസ എടുക്കാനുമില്ല. ആകെപ്പാടെ ക്രിഞ്ചായ അവസ്ഥ. കുറെ പിള്ളേരാണെങ്കിൽ പിച്ചക്കാരനെന്ന് പറഞ്ഞ് അവന്റെ കൂടെ കൂടിയിട്ടുണ്ട്. അവസാനം ജോലിക്ക് ആളെ വേണമെന്നുള്ള ഒരു പോസ്റ്റർ കണ്ടുകൊണ്ട് ഒരു കടയിലേക്ക് കയറി ചെന്നു. അവന്റെ കോലം കണ്ടിട്ട് ആദ്യം അയാൾക്ക് ജോലി കൊടുക്കാൻ ഒരു മടി തോന്നി. എന്നാൽ അവസാനം ചെക്കൻ അവന്റെ ശക്തി കാണിച്ചതും അങ്ങേര് ഫ്ലാറ്റ്. അതോടെ ആ കടയിലെ ഡെലിവറി ബോയ് ആയിട്ട് ജോലിയും കിട്ടി. ഇതേ സമയം നമ്മുടെ ലിയോൺ ലീറാങ് കൂടി ചെന്ന് കയറി കൊടുത്ത ഹോട്ടൽ ഏതാണെന്ന് അറിയോ? അത് ഹോങ്ജുന്റെ ഹോട്ടലായിരുന്നു. അവളെ കണ്ട് ജീവനം കൊണ്ട് ഓടാൻ നോക്കിയെങ്കിലും അവൾ അവനെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് അകത്തേക്ക് വരുന്നു. ഇത് നോക്ക്, ഞാൻ ഇവിടെ താമസിക്കാൻ വേണ്ടി മാത്രം വന്നതാ. ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ നിങ്ങളെ നന്നായിട്ട് നോക്കിക്കോളാം. അത് വേണ്ട, അത് വേണ്ട. സാധാരണ അതിഥികളോട് പെരുമാറുന്നത് പോലെ തന്നെ എന്നോട് പെരുമാറിയാൽ മതി. ആയിക്കോട്ടെ, സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ രാത്രിയായതും ലീറാങ് നല്ല ഉറക്കമാണ്. പക്ഷേ ലിയോണിനാണെങ്കിൽ എത്ര കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവന്റെ മനസ്സ് മുഴുവനും അവന്റെ ജിയ എടുത്തായിരുന്നു. ജിയ, ഞാൻ എത്രയും പെട്ടെന്ന് മടങ്ങി വരും. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തതും 2 പേരും ഫുഡ് കഴിക്കുവാണ്. കൂടെ ഇരിക്കുന്ന സർവൻസിനോട് അവർ ഹോങ്ജുവിനെ പറ്റി ചോദിക്കുന്നു. നിങ്ങളുടെ മാഡം വലിയ പണക്കാരിയാണല്ലേ? അവരെന്തൊക്കെയാ ചെയ്യുന്നത്? ഞങ്ങളുടെ മാഡത്തെ പറ്റി എത്ര പറഞ്ഞാലും തീരില്ല. ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ മാഡത്തെ അറിയാം. ഈ നാട്ടിലെ എന്ത് സംഭവം ഉണ്ടെങ്കിലും ആദ്യം അറിയുന്നത് ഞങ്ങളുടെ മാഡമാ. അപ്പോ ആ മാസ്കുകാരനെ പറ്റി ചോദിച്ചാൽ ഹാങ്ജുവിന് അറിയാൻ പറ്റുമായിരിക്കും. ആദ്യത്തെ എപ്പിസോഡിൽ വയസ്സായി മാറിയ ഒരു കൊച്ചു പെൺകുട്ടിയില്ലേ, ഒരു സെർവന്റ് അവളെയും കൂട്ടി ഹോങ്ജുവിന്റെ അടുത്തേക്ക് വരുന്നു. ഇവളെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കി വിടണം, അല്ലെങ്കിൽ വിൽക്കുക. ഇവളിനി എങ്ങനെയാണെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. മാഡം, ഇവളെ എന്ത് ജോലികൾ വേണമെങ്കിലും ചെയ്തോളും. അതിനിപ്പോൾ തന്നെ ഇവിടെ ധാരാളം പേരുണ്ട്. മാഡം, എന്നെ കൈവിടല്ലേ. എന്റെ അച്ഛനോട് പോലും എനിക്കിപ്പോൾ ദേഷ്യമില്ല. അത്ര എളുപ്പത്തിൽ ക്ഷമിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ക്ഷമിക്കാനുള്ള മനസ്സുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാനും പറ്റില്ല. അത് പറയുമ്പോൾ ഹോങ്ജുവിന് ആ കുട്ടിയോട് എന്തോ ഒരു സഹതാപം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ അവിടെ നിൽക്കാനും അനുവദിച്ചു. ഈ സമയത്താണ് നമ്മുടെ ലിയോൺ അങ്ങോട്ടേക്ക് വരുന്നത്. ഇന്നലെ
ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? കാണാൻ ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്തോ കാര്യം നേടാനുണ്ടല്ലോ. എനിക്കൊരാളെ പറ്റി അറിയണം. ഒരു കറുപ്പും വെളുപ്പും മുഖംമൂടിയൊക്കെ വെച്ച് ഒരുത്തൻ. ശരി, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു മത്സരം നടക്കുന്നിടത്തേക്ക് നീ ജഡ്ജായിട്ട് പോണം. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ എന്തോ ഒരു തെറ്റായ കാര്യം നടക്കുന്നുണ്ട്. അവിടെ മത്സരത്തിനായിട്ട് തയ്യാറെടുക്കുന്ന ആരോ ഒരാൾ ഉറങ്ങിക്കിടന്നിരുന്ന മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ കയറി കടിച്ചു. പക്ഷേ ആളെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. നീ പറയുന്നത് കേട്ടിട്ട് ഇത് 3 വോംസിന്റെ പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുങ്ങളെ നിയന്ത്രിക്കാൻ തന്നെ വലിയ പാടാ. അപ്പോ ആ പുഴുക്കളെ നിയന്ത്രിക്കുന്നവൻ സാധാരണ ഒരു വ്യക്തിയായിരിക്കില്ല. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ലിയോണ മത്സരത്തിൽ ജഡ്ജായിട്ട് ചെല്ലുന്നു. ഹോങ്ജുവിന് പകരം ആ സ്ഥാനത്ത് കയറിയിരുന്ന് മാർക്കിട റെഡി ആയിട്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. ഈ സമയത്താണ് നമ്മുടെ യൂൻഹോ അങ്ങോട്ടേക്ക് വരുന്നത്. അവള് വന്ന് ലിയോണിന്റെ തൊട്ടടുത്തായിട്ടിരിക്കുന്നു. യൂറി, നീ എന്താ ചെയ്യുന്നത്? ഷിനിന്റെ കൂടെ വന്നതാണോ? നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. അപ്പോ നീ അവളല്ലേ? യൂൻഹോയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവളെ യൂറി അല്ലെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അല്പസമയം കഴിഞ്ഞത് ഷോ തുടങ്ങിയിട്ടുണ്ട്. പഴയ കാലത്ത് എന്തോ ഒരു മോഡലിംഗ് ഷോ ആണെന്ന് തോന്നുന്നു. ഷോയുടെ അവസാനം വിന്നറായ പെണ്ണിനെ യൂൻഹോ ആണ് സമ്മാനം കൊടുക്കുന്നതും. വിന്നറായ സന്തോഷത്തില് പ്രസംഗിക്കാൻ വേണ്ടി മൈക്കിന്റെ അടുത്തേക്ക് വന്നെങ്കിലും അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ദേഹമൊക്കെ വിയർത്തൊഴുകി ശരീരം മുഴുവൻ തീ പൊള്ളുന്നത് പോലെ ആ പെണ്ണിനെ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പെട്ടെന്നാണ് അവൾ അവിടെ നിന്നിരുന്ന മറ്റൊരു പെണ്ണിന്റെ ദേഹത്തേക്ക് ചാടി വീഴുന്നത്. നേരത്തെ 3 വോംസിനെ പറ്റി ഹോങ്ജു പറഞ്ഞില്ലേ? അത് ബാധിക്കപ്പെടുന്നവര് ഒരു സോംബി പോലെ ആയിരിക്കും പെരുമാറുന്നത്. അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അത് കാരണം തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യനെ വരെ കടിച്ചു പറിച്ചു കളയും. ആ പെണ്ണാണെങ്കിൽ കണ്ണിൽ കണ്ട സകലരെ ഓടിച്ചിട്ട് കടിക്കുവാണ്. അടുത്തതായിട്ട് അത് യൂൻഹുവിന്റെ നേരെ തിരിഞ്ഞതും പെട്ടെന്ന് ലിയോൺ വന്ന് തടയുന്നു. എന്നാൽ ലിയോണിനെ തള്ളി മാറ്റി അത് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഒരൊറ്റ ഓട്ടം. ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയാവുന്നത് പോലെ മ്യൂങ്ക് വെളിയിൽ കാത്തു നിൽപ്പുണ്ട്. അതും നേരത്തെ അവൻ തയ്യാറാക്കിയ ശവപ്പെട്ടിയുമായിട്ട്. ആ സോംബി വെറു പിടിച്ച് പുറത്തേക്ക് ഓടി വന്നതും ഒറ്റത്തട്ടിന് അവൻ അതിനെ ശവപ്പെട്ടിക്കുള്ളിലാക്കി പൂട്ടി. ഇതേ സമയം പുറത്തേക്ക് ഓടി വന്ന ലിയോൺ നോക്കുമ്പോൾ അവിടെ ഒരു ഒറ്റ മനുഷ്യക്കുഞ്ഞില്ലായിരുന്നു. എവിടെ പോയിന്ന് ഒരു പിടുത്തമില്ല. ഇവിടെ നടക്കുന്നതിനെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാവോ? ഈ ഷോയിൽ പങ്കെടുക്കാൻ വരുന്നവർക്കാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം. ഇങ്ങനെ ബാധിക്കപ്പെട്ടവരെല്ലാം തൊട്ടടുത്തുള്ള ഒരു സലൂണിലാണ് സ്ഥിരമായിട്ട് പോകാറുള്ളത്. അതറിഞ്ഞതും ലിയോണും ലീറാങ്ങും കൂടി നേരെ ആ സലൂണിലേക്ക് പോകുന്നു. മാഡം, നിങ്ങൾ അവരെ ഒന്ന് വന്ന് നോക്കേ. ഇവിടെ ആണുങ്ങളെ ജോലിക്കെടുക്കില്ലെന്ന് നിനക്കറിയില്ലേ? കാരണം ഇവിടെ വരുന്നത് മുഴുവൻ സ്ത്രീകളാ. അയ്യോ, അതൊക്കെ എനിക്കറിയാം. പക്ഷേ മാഡം വന്ന് അവരെ നോക്കേ. അവസാനം ശല്യം സഹിക്കാൻ വയ്യാതെ അവരൊന്ന് നോക്കിയപ്പോഴോ നല്ല കിടക്കാച്ചി 2 ചെറുക്കന്മാര്. കണ്ടാൽ മോഡൽസിനെ പോലെ ഇരിക്കുന്ന നല്ല സുന്ദര കുട്ടപ്പന്മാര്. ലിയോണിലെ ലീറാങ്ങിനെയും കണ്ടതും ആ നിമിഷം തന്നെ മാഡം ഫ്ലാറ്റായി. അതോടെ അവർക്ക് ആ സലൂണിൽ ജോലിയും കിട്ടി. ജോലിയും നടക്കും. പിന്നെ ആർക്കും സംശയമില്ലാതെ കേസ് അന്വേഷണം നടത്താലോ. സപ്ലയർ ആയിട്ടാണ് നമ്മുടെ ലീറാങ്ങിന് ജോലി കിട്ടിയത്. അവിടെ കിച്ചണിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഒരു അയ്യോ പാവം പിടിച്ച ലേഡി. സംസാരം പോലും ആരെയോ പേടിക്കുന്നത് പോലാണ്. അവിടെ കണ്ണാടി പൊട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? പിന്നെ എന്താ അത് വൃത്തിയാക്കാത്തത്? ദേ 18ാമത്തെ തവണ ഈ കണ്ണാടി പൊട്ടുന്നത്. സത്യം പറ, ഇത് നിങ്ങളുടെ പണിയല്ലേ? സത്യമായിട്ടും ഞാനൊന്നും ചെയ്തില്ല മാഡം. അടുത്ത ഷോട്ടിൽ യൂൻഹുനെയാണ് കാണിക്കുന്നത്. നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിൽ വരുന്നത്? 3 വോംസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ? 3 വോംസ് മനുഷ്യരുടെ തലച്ചോറിലേക്ക് ആഴ്ന്നിറങ്ങി അവരുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. വിശപ്പ് പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അത് നിയന്ത്രിക്കുന്നു. പക്ഷേ ഇതൊരിക്കലും പകരില്ല. എന്നാൽ അത് ശരീരത്തിനുള്ളിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ ആപത്താണ്. ആ മുട്ടകൾ ഈസി ആയിട്ട് നമുക്ക് മറ്റുള്ളവരുടെ ശരീരത്തിൽ എത്തിക്കാൻ പറ്റും. കഴിക്കുന്ന ആഹാരത്തിലൂടെ, കുടിക്കുന്ന വെള്ളത്തിലൂടെ, അല്ലെങ്കിൽ ദേഹത്ത് പുരട്ടുന്ന ക്രീമിൽ കൂടെ വേണമെങ്കിലും ആവാം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റൂമിനകത്ത് നിന്നും അവളൊരു ശബ്ദം കേൾക്കുന്നത്. നേരത്തെ മ്യൂക്ക് പിടിച്ചുകൊണ്ടുവന്നൊരു സോംബി ഇല്ലേ? അതാ ശവപ്പെട്ടിയിലിട്ട് തട്ടി ഉണ്ടാകുന്ന ശബ്ദമായിരുന്നു അത്. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? എനിക്കൊരു അതിഥിയുണ്ട്. ഇതേ സമയം ഇവിടെ ജോലി ചെയ്ത് പദം വന്നിരിക്കുകയാണ് നമ്മുടെ ലിയോണും ലീറാങ്ങും. ഇത്രയും സമയമായിട്ടും ആ 3 വോംസ് ആരാണെന്ന് അവർക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആ സമയത്താണ് ഈ കടയുടെ ഓണർ മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുന്നവർ കേൾക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞ ക്രീം. ഇത് നിങ്ങളുടെ മുഖത്ത് പുരട്ടിയാലേ നിങ്ങളുടെ ചർമ്മം കണ്ണാടി പോലെ തിളങ്ങും. ഇത് കേട്ടതും നമ്മുടെ ലിയോണിനും ലീറാങ്ങിനും എന്തോ ഒരു സംശയം തോന്നുന്നു. രാത്രി ജോലി കഴിഞ്ഞതും ആ ക്രീമിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റി അവർ യൂൻഹുവിനെ ഏൽപ്പിക്കുന്നു. ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്റെ അച്ഛന് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ട്. അതുകൊണ്ട് എനിക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതും പറഞ്ഞ് അവൾ ആ ക്രീമും കൊണ്ട് അവിടുന്ന് പോയി. പക്ഷേ പിറ്റേന്ന് റിസൾട്ട് വന്നതും ഇവർ വിചാരിച്ചതുപോലെ ആ ക്രീമിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി അവിടെ ജോലി ചെയ്യേണ്ടി വരും. നമ്മൾ വീണ്ടും ആ വൃത്തിയേട് ചെയ്യണോ? ചെയ്യാതെ വേറെ വഴിയില്ല. വേറെ വഴിയില്ലാതെ അവര് വീണ്ടും അവിടെ ജോലിക്ക് പോകുന്നു. മാത്രമല്ല ഇന്നലത്തെക്കാളും കസ്റ്റമർ വളരെ കൂടുതലാണിന്ന്. 2 ചുള്ളന്മാരല്ലേ വന്നേക്കുന്നത്. ലിയോണിന് പിന്നെ ഓരോരുത്തരായിട്ട് ഡീൽ ചെയ്താൽ മതിയെന്ന് പറയാം. ലീറാങ്ങിനായിരുന്ന കഷ്ടപ്പാട് മുഴുവനും. വന്നിരിക്കുന്ന സകല എണ്ണത്തിന് കോഫി കൊടുക്കണ്ടേ? അതും 1, 2 തവണയൊന്നും അല്ല. ഇവിടുത്തെ കണ്ണാടികളൊക്കെ ഇങ്ങനെ ഉടഞ്ഞുകൊണ്ടിരിക്കുവല്ലേ? അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി ലീറാങ് അവന്റെ കൂട്ടാളികളോട് ഒരാളുടെ സൈസ് മുഴുവനും കാണാൻ പറ്റുന്ന ഒരു വലിയ കണ്ണാടി കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ പറഞ്ഞതനുസരിച്ച് കണ്ടെടുത്തെല്ലാം നിരങ്ങി അവസാന കണ്ണാടിയും കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. തങ്ങളുടെ ബോസ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവന്മാർക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്ത് ധൈര്യമുണ്ടായിട്ടാ അവർ നമ്മുടെ ബോസിനെ കൊണ്ട് ചായ വിളമ്പിക്കുന്നത്? അതും പറഞ്ഞ് അവന്മാരുടെ വയലന്റ് ആവാൻ തുടങ്ങിയതും ഇത് കണ്ട ലീറാങ് ഓടി വന്ന് നല്ല അടിയും കൊടുത്ത് അവന്മാരെ അവിടുന്ന് മാറ്റി നിർത്തുന്നു. ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നോ? പിന്നെ കിട്ടാതെ. അതും പറഞ്ഞ് അവരൊരു കുഞ്ഞു കണ്ണാടി എടുത്ത് അവനെ കാണിക്കുന്നു. ഞാൻ പറഞ്ഞത് ശരീരം മുഴുവനും കാണുന്ന ഒരു കണ്ണാടിയല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അതും പറഞ്ഞ് അവർ ആ കണ്ണാടിയും കൊണ്ട് കുറച്ച് ദൂരേക്ക് മാറി നിന്നു.
ദേ കണ്ടോ, ഇപ്പൊ മൊത്തത്തിൽ കാണാൻ പറ്റുന്നില്ലേ? ഏത് നേരത്താണാവോ. ശരി ശരി, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നിങ്ങൾ പോയി നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ജോലി ചെയ്യും. ഞങ്ങൾക്ക് മോഷ്ടിക്കാനല്ലാതെ ഒന്നും അറിയത്തില്ല. അതൊന്നും എനിക്ക് അറിയണ്ട. ദേ ആ കാണുന്ന റിക്ഷയെങ്കിലും ഒട്ടിച്ച് ജീവിക്കാൻ നോക്ക്. അത് കേൾക്കേണ്ട താമസം. അവന്മാരെല്ലാം കൂടി ആ റിക്ഷയുടെ പുറകെ ഓടുന്നു. അങ്ങനെ തിരികെ സലൂണിനുള്ളിലേക്ക് കയറിയതും അവൻ ഷോക്കായി പോയി. കാരണം അതിനുള്ളിൽ മുഴുവനും ആ 3 മോംസ് ബാധിക്കപ്പെട്ടവരായിരുന്നു. എല്ലാത്തിന്റെ ഇടയിൽപ്പെട്ട് നമ്മുടെ ലിയോൺ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുവാണ്. ഇത് കണ്ട ലിറാങ് തന്റെ കോടാലിയെടുത്ത് വെട്ടാനായിട്ട് ഓങ്ങിയതും ലിയോൺ അത് തടയുന്നു. കാരണം ഇവരെല്ലാം തിരിച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി സകലനെ എടുത്തിട്ട് പഞ്ഞിക്കിടാൻ തുടങ്ങി. അവസാനം എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ സകലനത്തിന്റെ കൈയും കാലും എല്ലാം കെട്ടിയിട്ടുണ്ട്. അതങ്ങനെ ഇവരുടെ ദേഹത്ത് കയറിയത് അതാ ഷാമ്പു വഴി കയറിയതാ. എന്നാലും ആരായിരിക്കും ആ പണി ചെയ്തത്? പെട്ടെന്നാണ് അവരുടെ നേർക്ക് കുറെ കത്തിയും കത്രികയെല്ലാം പറന്നു വരുന്നത്. വേറെ ആരുമല്ല, അതാ കിച്ചണിലുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു. അപ്പോ അത് നിന്റെ പണിയായിരുന്നല്ലേ? ഇവരെ നാടിന്റെ ദൈവമാ. ലീറാങ് പെട്ടെന്ന് ചെന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന കണ്ണാടി എടുത്ത് അവർ മുഖത്തേക്ക് കാണിക്കുന്നു. അത് കണ്ടതും തീപ്പിള്ളല പോലെ അവരുടെ മുഖം എരിയാൻ തുടങ്ങി. തൂണിലും തുരുമ്പിലും എല്ലാം ദൈവമുണ്ടെന്ന് പറയില്ലേ? കാണുന്ന ഓരോ സ്ഥലങ്ങളിലും ദൈവമുണ്ട്. അതുപോലെ അടുക്കളയുടെ ദൈവമാണ് ഇവര്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുമായിരുന്നു. ഇവർ ഈ സലൂൺ മുഴുവനും കണ്ണാടി വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നെ ആരാധിക്കുന്നവർ പോലും കണ്ണാടി മറച്ചു വെക്കാറാ പതിവ്. പണ്ടാണെങ്കിൽ അടുക്കളയിലെ വിറകടുപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇവരിപ്പോൾ എല്ലാം നശിപ്പിച്ചു. നല്ല വൃത്തിയുള്ള ഒരു വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. അത് പറഞ്ഞ് ആ ദൈവമിരുന്ന് കരയുകയാണ്. എനിക്ക് ഭാവി കാണാൻ കഴിയും. 50 വർഷത്തിനുള്ളിൽ ഈ രാജ്യം മുഴുവനും തടിയടുപ്പുകളുടെ ഉപയോഗം നിർത്തും. പിന്നീട് ഗ്യാസ് ആണ് അവരെല്ലാം ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളെല്ലാം അവൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ. അത് കേട്ടതും ആ ദൈവം ഇരുന്ന് കരയാൻ തുടങ്ങി. സത്യം പറ, ആരാ നിങ്ങൾക്ക് ആ പുഴുക്കൾ തന്നത്? ഞാൻ ആ സത്യം പറഞ്ഞാൽ ആ നിമിഷം ഞാൻ മരിക്കും. എങ്കിലും ഞാൻ പറയാം. അയാള് ചുവപ്പും വെള്ളയും കലർന്ന ഒരു മാസ്ക് ധരിച്ചിരുന്നു. അയാള് പറഞ്ഞിട്ടാ ഞാൻ ആ പുഴുക്കളെ ഇവരുടെ ദേഹത്തേക്ക് കയറ്റിയതും. അവരത് പറഞ്ഞു തീർന്നതും അടുത്ത സെക്കൻഡിൽ തന്നെ അവർ കത്തി അമർന്നു പോകുന്നു. ലിയോണിനാണെങ്കിൽ ആകെ വട്ടുപിടിക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. എന്നാലും അവൻ ആരായിരിക്കും? അവൻ എന്തിനാ എന്റെ ലൈഫിൽ ഇങ്ങനെ ഇടപെടുന്നത്? അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് 2ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. 3ാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നന്ദി.